ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയെ വിവാഹം കഴിപ്പിക്കാൻ ഒരു ഗുണ്ടയും കൊണ്ടൊക്കെ വരുന്നുണ്ട് രാധയുടെ അച്ഛൻ അയ്യപ്പൻ. ആ വിവാഹം തടയാണ് കേട്ടോ നമ്മുടെ വിക്രം വിവാഹം തടഞ്ഞു കഴിയുമ്പോഴേക്കും രാധയുടെ അച്ഛൻ അങ്ങ് ദേഷ്യമാകാണ്. മദ്യപിച്ചിട്ട് വന്ന വിക്രത്തിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ ശേഷം വിക്രത്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പം ശ്രീജേച്ചി കുറേ കാര്യങ്ങളൊക്കെ വേദയോട് പറയുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അയ്യപ്പൻ പറയാണ്, എന്താ വിക്രം, നിനക്കിതൊക്കെ പറയാനുള്ള അധികാരം എന്താ? അങ്ങനെ വിക്രം പറയാണ്, അയ്യപ്പേട്ട എന്താ ഇത്, നിങ്ങളുടെ മകൾ രാധയെ ഈ കള്ളുകുണിയനെ കൊണ്ടും ഗുണ്ടയെ കൊണ്ടും ഒക്കെയാണ് വിവാഹം കഴിപ്പിക്കേണ്ടത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടല്ലേ വിവാഹം കഴിപ്പിക്കേണ്ടത്? അപ്പോൾ അയ്യപ്പൻ പറയാണ്, എന്താ വിക്രം, എൻ്റെ മോളെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ നോക്കിക്കോളാം, നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അതങ്ങനെ അല്ലല്ലോ അയ്യപ്പേട്ടാ, അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? നിങ്ങളുടെ മോളല്ലേ അവൾ, വേറെ ആരുടെ ഇഷ്ടം നിങ്ങൾ നോക്കണ്ട, അവളോട് ചോദിക്കണ്ടേ അവൾക്ക് ആരെയാ ഇഷ്ടമെന്ന്? ഓഹോ, അവളുടെ ഇഷ്ടം നോക്കി വേണം ഞാൻ വിവാഹം നടത്താൻ എന്നാണ് നീ പറയുന്നത് അല്ലേ വിക്രം? അപ്പോൾ വിക്രം പറയാണ്, അതെ തീർച്ചയായും അതാണ് വേണ്ടത്, പെൺകുട്ടികളുടെ ഇഷ്ടം കൂടെ നോക്കി വേണം വിവാഹം നടത്താൻ. അപ്പോൾ അയ്യപ്പൻ പറയാണ്, ഓ, ഈ നിയമം ഇവിടെ രാധയുടെ കാര്യത്തിൽ മാത്രമേ ബാധകമായിട്ടുള്ളൂ, അതോ നീ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവിടെ കൊണ്ടുവന്നിട്ടില്ലേ, അവളുടെ ഇഷ്ടം നോക്കിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? ക്ഷേത്രത്തിൽ വെച്ച് നിർബന്ധപൂർവ്വം അവളുടെ കഴുത്തിൽ നീ താലി കെട്ടുകയില്ലായിരുന്നോ? ഇപ്പം നിന്റെ ഭാര്യയാന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവക്കൊരു നിയമം ഇവക്കൊരു നിയമം, അങ്ങനെയൊന്നും ഇല്ലല്ലോ വിക്രം. ഉണ്ടോ? അത് നീ പറ. രാധയുടെ കാര്യത്തിലും വേദയുടെ കാര്യത്തിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വിക്രം? അപ്പോൾ പിന്നെ വിക്രത്തിനൊന്നും മിണ്ടാനില്ല. വിക്രം അവന്മാരെ എല്ലാം അടിച്ചൊതുക്കിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാ ഗുണ്ടകളും പോയി കഴിയുമ്പോഴേക്കും അവർ വിളിച്ചിട്ട് അയ്യപ്പനോട് പറയാണ്, ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തേണ്ട കാര്യമില്ലായിരുന്നു, ഞങ്ങൾ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് അയ്യപ്പൻ പറഞ്ഞത് കൊണ്ടാണ് വന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചേ ഇല്ല. ആ വിക്രം വന്ന് ഞങ്ങളെ മെയ്യായിരുന്നു ചെയ്തത്, ഇതിനെല്ലാം കാരണം അയ്യപ്പനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ദേഷ്യത്തിന് അയ്യപ്പൻ നേരെ വിക്രത്തിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് വാതിക്കെ ചെന്ന് നിന്നിട്ട് വിളിക്കുന്നുണ്ട്, എടാ വിക്രം, ഇറങ്ങി വാടാ. സുധാകരൻ മാഷേ, ഒരു മാഷുണ്ടല്ലോ ഇവിടെ, രാഷ്ട്രപതിയുടെ അവാർഡ് വരെ വാങ്ങിയ മാഷ് എവിടെയുണ്ട്? മക്കളെ വളർത്തി വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയാണ്. അപ്പോൾ സുധാകരൻ മാഷും കമലവും വിക്രവും എല്ലാവരും കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് നമ്മുടെ അയ്യപ്പൻ. കുടിച്ച് പൂസായി ആകെ മൊത്തം കിറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അയ്യപ്പൻ പറയാണ്, സുധാകരൻ മാഷേ കൊള്ളാം, ഏതായാലും മോൻ എനിക്ക് വളരെ വലിയ ഒരു ഉപകാരമാണ് ചെയ്തു തന്നത്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുക, എന്താ അയ്യപ്പ കുടിച്ചിങ്ങനെ ലെക്ക് കെട്ട് ഇവിടെ വന്ന് കയറിയത്? യോഹോ, കുടിച്ച് ലെക്ക് കെട്ട് ഞാൻ ഇവിടെ വന്ന് കയറിയതാ കുഴപ്പം, നിങ്ങളുടെ മോൻ അവിടെ കാണിച്ചു കൂട്ടിയതൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് വിക്രത്തിനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം അയ്യപ്പൻ പറയാണ്, അതെ, എൻ്റെ മോള് രാധയ്ക്ക് ഞാനൊരു വിവാഹാലോചന കൊണ്ടുവന്നു, ആ വിവാഹം ഇവനായിട്ട് മുടക്കി, ഇവൻ വന്ന് അവരെയെല്ലാം അടിച്ചോടിക്കുകയാണ് ചെയ്തത് എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം ഈ കേൾക്കുന്നത്, രാധയ്ക്ക് കൊണ്ടുവന്ന വിവാഹം നീ മുടക്കിയോ? അതങ്ങനെയല്ല അച്ഛാ എന്ന് പറയുകയാണ് വിക്രം. അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് അയ്യപ്പൻ, അതെ അങ്ങനെയല്ല ഇങ്ങനെയാണ്, രാധ ഇവൻ കുറേ നാൾ പ്രേമിച്ചു, അതിനുശേഷം വേറൊരുത്തിയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നു, എൻ്റെ മോൾ ഇപ്പോഴും ഇവൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്, അതിൽ നിന്നൊരു മുക്തി ഉണ്ടാകട്ടെ എന്ന് വെച്ച് അവൾക്ക് ഞാനൊരു വിവാഹാലോചന കൊണ്ടുവന്നതാണ്, അതും ഇവൻ വന്ന് അവിടെ കുളവാക്കി. നാട്ടുകാരോട് ചോദിച്ചാൽ സുധാകരൻ മാഷിന് അറിയാൻ പറ്റും വിക്രം അവിടെ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയതെന്ന്. അവരെയെല്ലാം അടിച്ചൊതുക്കി കൈയും കാലും ഓടിച്ചത് ഇവൻ ചെയ്തത് നല്ല കാര്യം അത് തോന്നുന്നുണ്ടോ? അപ്പോൾ സുധാകരൻ മാഷ് പറയാണ്, എന്താ ഇത്, എന്തൊരു നാണക്കേടാ വിക്രം ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പം വീണ്ടും അയ്യപ്പൻ പറയാണ്, അതെ, ഇവൻ എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല, എൻ്റെ മോള് രാധയെ ഞാൻ ആർക്കെങ്കിലും വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് ഇവനെന്താ ബുദ്ധിമുട്ട്? ഇവൻ ഇഷ്ടമുള്ള പെണ്ണിനെ ഇവൻ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ, എൻ്റെ മോളെ ഇവൻ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ ആർക്ക് ഞാൻ എൻ്റെ മോളെ വിവാഹം കഴിച്ച് കൊടുത്താൽ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? അല്ല, ഇവൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ മോളെയും കൂടെ പറ്റിക്കുക എന്നുള്ളതാണോ ഇവൻ്റെ ഉദ്ദേശം? ഒരുത്തിയെ ഭാര്യയായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി മറ്റൊരുത്തിയെ വെപ്പാട്ടിയായിട്ട് കൂടി വയ്ക്കാനാണോ ഇവൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അയ്യപ്പൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുധാകരൻ മാഷ് പറയാണ്, അയ്യോ എന്താ ഈ പറയുന്നത്, എന്താ അയ്യപ്പ ഈ പറയുന്നേ, ഇങ്ങനെയുള്ള മോശം വാക്കുകളൊക്കെ ഇവിടെ പറയാതെ, ഇവിടെ പെണ്ണുങ്ങളും എല്ലാവരും ഉള്ളതല്ലേ എന്ന് ചോദിക്കാം.
എനിക്കങ്ങനെ മോശം കീശമൊന്നുമില്ല, അയ്യപ്പൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, നീ കാണൂടാ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേൾക്കുമ്പം വിക്രം അങ്ങ് തിളച്ച് നിൽക്കുക. അയ്യപ്പനെ ചവിട്ടിക്കൂട്ടി വാരിയെടുത്ത് അലക്കാനുള്ള കലിയുണ്ട് വിക്രത്തിന്. വിക്രം അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും അകത്തോട്ടൊന്ന് കയറി പോകുന്നുണ്ടോ, ഇങ്ങനെ നിൽക്കാതെ എല്ലാവരും കയറിപ്പോന്ന് പറയുമ്പം ഉടനെ ശ്രീജ പറയാം, വിക്രം ഒന്നും ചെയ്യണ്ട, പ്രായമായ ആളല്ലേ മാമൻ, ഒന്നും ചെയ്യണ്ട എന്ന് പറയാണ്. നിങ്ങളോടൊക്കെ അകത്തോട്ട് കയറി പോകാനാ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോഴേക്കും അകത്തേക്ക് എല്ലാവരും കയറി പോവുക. കമലൻ പറയുന്നുണ്ട്, വാ ശ്രീജ, നീ അവൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് കൈയൊക്കെ ചുരുട്ടിയിട്ട് ചെല്ലാണ് അയ്യപ്പൻ്റെ അടുത്തേക്ക്. എന്താടോ എന്ന് ചോദിക്കുമ്പം അയ്യപ്പൻ പതുക്കെ പുറകോട്ട് പോവുക. ഒന്നുമില്ലെന്നും പറഞ്ഞ്, താൻ എന്താടോ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നത്, തനിക്ക് വേണോടോ എൻ്റെ കയ്യിൽ നിന്ന്, ഇറങ്ങണോ എൻ്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ വിക്രം പറയാണ്. അപ്പോൾ അയ്യപ്പൻ പാവം പേടിച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴും അവിടെ വേദ ഇങ്ങനെ വിക്രത്തിനെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട്, ഹലോ, എന്താ ഉദ്ദേശം? ഇപ്പം അയാൾ ഇവിടെ വന്ന് പറഞ്ഞല്ലോ അയാളുടെ മോളുടെ വിവാഹം നിങ്ങൾ മുടക്കിയെന്ന്. രാധയായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണല്ലോ പറയുന്നത്. എന്നിട്ടിപ്പോഴും രാധ നിങ്ങളെ പ്രേമിച്ച് നടക്കുക. നിങ്ങൾക്കൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് വേറൊരു വിവാഹം വരുന്നത് നിങ്ങളെന്തിനാണ് മുടക്കുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ? അവളെ വിവാഹം കഴിക്കാൻ വന്നവരെ അടിച്ചു ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയണം. അയാൾ പറഞ്ഞതുപോലെ അവസാനം അവളെ കൂടി വിവാഹം കഴിച്ച് ഇവിടെ താമസിപ്പിക്കാനാണോ എന്ന് എനിക്കറിയണം എന്ന് പറയുകയാണ് കേട്ടോ വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ സത്യാവസ്ഥ എന്ന് നീ വല്ലതും അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ, എന്നിട്ട് വേണം ഇവിടെ കിടന്ന് ചിലയ്ക്കാൻ കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉടനെ വേദ പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പം അതിനുശേഷം അയ്യപ്പൻ ശ്രീനി സാറിൻ്റെ പാർട്ടി ഓഫീസിൽ ചെന്ന് അവിടെയും പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ രാധയുടെ വിവാഹം മുടക്കിയെന്നും പറഞ്ഞ് ശ്രീനി സാറ് ദേഷ്യപ്പെട്ട് വിക്രത്തിനെ വിളിക്കുകയാണ്. വിക്രം അവിടെ ചെല്ലുമ്പോഴേക്കും ശ്രീനി സാറ് പറയുന്നുണ്ട്, എന്താ വിക്രം, നീ എന്തിനാ മറ്റു പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത്? നീ എന്തിനാ രാധയുടെ വിവാഹം മുടക്കിയത്? അപ്പോൾ വിക്രം പറയണം, അതങ്ങനെയൊന്നും അല്ല അതിൻ്റെ കഥ. അതെന്താണെന്ന് വെച്ചാൽ ആ ഗുണ്ടയില്ലേ, മറ്റേ അവനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ ശ്രീനി സാറ് പറയണം, അവനെ കൊണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ കൊണ്ടുവരുമോ ഒരു അച്ഛൻ എന്ന് ചോദിക്കുക. അപ്പം വിക്രം പറയുന്നുണ്ട്, അയ്യപ്പേട്ടന് കുറച്ച് വെള്ളം വാങ്ങി കൊടുക്കുന്ന ആരാണോ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും രാധെ. പല പ്രാവശ്യം ഇതുപോലെ പലരെയും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഞാൻ രാധയെ രക്ഷിച്ചത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതൊന്നും അല്ല എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം വീട്ടിൽ ഈ വിവരം ശ്രീജ അറിയാണ്. ശ്രീജ അറിഞ്ഞു കഴിയുമ്പം ശ്രീജ വേദയോട് പറയുന്നുണ്ട്, വേദേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതേ ഇപ്പോൾ ഇവിടെ ആരുമില്ല, നീ ഇങ്ങോട്ട് വന്നേ അടുക്കളയിലേക്ക്. എന്താ ശ്രീജേച്ചി എന്ന് ചോദിക്കുക. ഈ അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിച്ചേ എന്ന് പറയാണ്. അപ്പോൾ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ വേദ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വേദേ, ഞാനൊരു കാര്യം പറയട്ടെ, ആ അയ്യപ്പേട്ടന് ആര് മദ്യം വാങ്ങിക്കൊടുക്കുന്നോ അവരെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു ഗുണ്ടയും ബുഗ്യം കൊണ്ടും വിവാഹം കഴിപ്പിക്കാൻ കൊണ്ടുചെന്നു രാധയെ. അങ്ങനെ അവിടെ ഭയങ്കര വഴക്കുണ്ടായി. അയാളെ കൊണ്ട് എങ്ങനെയാണ് രാധയെ വിവാഹം കഴിപ്പിക്കുന്നത്? രാധ ഒരു പാവം കുട്ടിയല്ലേ. ആ ഗുണ്ടയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോയപ്പോഴാണ് വിക്രം അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അവിടെ തല്ലുണ്ടാക്കിയതും. അവന്മാർ മഹാഗുണ്ടകളാണ്, അതുകൊണ്ടാണ് വിക്രം അവരെ അടിച്ചത്. നീ വിക്രത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത്, വിക്രം ഒരു നല്ലവനാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ശ്രീജ വീണ്ടും, അതെ മോളെ, ഈ വിക്രം ആരെങ്കിലും പാവങ്ങളെ തല്ലിയതായിട്ടോ വല്ലോ നീ അറിഞ്ഞിട്ടുണ്ടോ? വിക്രം തല്ലുന്നവരെല്ലാം തെമ്മാടികളോ ഗുണ്ടകളോ ഒക്കെ ആയിരിക്കും, അല്ലാതെ ഒരു നല്ല മനുഷ്യരെ പോലും വിക്രം ഉപദ്രവിക്കാറില്ല. അങ്ങനെയുള്ള വിക്രം നല്ലവനല്ലേ, അല്ലാതെ ഒരു ദുഷ്ടനൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. വിക്രം ഒരു നല്ലവനാ മോളെ, അവൻ്റെ മനസ്സ് വളരെ നല്ലതാ. നീ അവനെക്കുറിച്ച് വേണ്ടാത്ത ഒന്നും ചിന്തിക്കരുത്, നീ അവനെ ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ കുറേ കാര്യങ്ങൾ വിക്രത്തിനെ നല്ല പുകഴ്ത്തി, വിക്രം നല്ലവനാണ് എന്നും വേദയുടെ മനസ്സിൽ വിക്രം ഉണ്ടാവണം എന്നൊക്കെ പറയുക ശ്രീജ. അപ്പം ശ്രീജയുടെ ഈ നല്ല മനസ്സ് കാണുമ്പം വേദയ്ക്ക് സന്തോഷമാകാണ്. വേദ ഇങ്ങനെ ശ്രീജയെ നോക്കി നിന്നിട്ട് പറയാണ്, ഏടത്തി ഇങ്ങോട്ടൊന്ന് വന്നേ, ശ്രീജേച്ചി ഇങ്ങോട്ട് നീങ്ങി നിന്നേ, മുഖത്ത് എന്തോ ഇരിക്കുന്നു, കവളിൽ എന്തോ ഇരിക്കുന്നു എന്ന് പറയുക. അപ്പം ശ്രീജി ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൂക്കുന്നുണ്ട്. അപ്പോൾ വേദ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, ദേ ഈ കവളിൽ എന്ന് പറഞ്ഞ് കവളിങ്ങനെ തൂത്തിട്ട് കവളിലൊരു മുത്തം കൊടുക്കുകയാണ് കേട്ടോ. ശ്രീജയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക. എന്നിട്ട് പറയാം, നല്ല ശ്രീജേച്ചി എന്നും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ശ്രീജയെ ഒന്ന് നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വിക്രത്തെക്കുറിച്ച് ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞ് നമ്മുടെ വേദയും വിക്രം ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശ്രീചേച്ചി തന്നെയാണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്